പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാണാൻ പോകുന്ന വീട്ടിലെ ഫാൻ സ്പീഡ് കുറവാണെങ്കിൽ ഈ ഒരു സ്പീഡിലാണ് മാത്രം തിരിയുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ആരുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാം. ഒരു ഇലക്ട്രീഷ്യൻ്റെയും സഹായം ആവശ്യമില്ല. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫാൻ ഞാൻ അയച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുകളിൽ കാണിക്കാനായിട്ട് അയക്കുകയാണ് നല്ലത്. ഈ കാണുന്ന ഈ വയർസൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണാം ഒരു ക്ലിപ്പിൽ കേട്ടോ. അപ്പോൾ ഈ വയറിൻ്റെ കളറൊക്കെ നമ്മളൊന്ന് ഓർമ്മ വെച്ചിരിക്കുക. ഇത് നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ കാണുന്നതാണ് കപ്പാസിറ്റർ കേട്ടോ. കപ്പാസിറ്റർ എന്ന് പറയും. ഇതിൽ കുറേ വാല്യൂ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. 2.2425 ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ 2.5 ഒക്കെ നമുക്ക് ഇട്ടാലും മതി. അപ്പോൾ നമ്മൾ ആ വയറൊക്കെ അയക്കുന്നതിന് മുന്നേ ഇതിൽ എവിടെയൊക്കെയാണ് ഏത് കളറിലാണ് ഈ വയർ കൊടുത്തിരിക്കുന്നത്, ഏത് പിന്നിലാണ് കൊടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. കാരണം ഓരോ ഫാനിലും ഓരോ കളറായിരിക്കും വയറുകൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ നമുക്കൊന്ന് മാറ്റാം. ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു കപ്പാസിറ്റർ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ വീക്ക് ആയി കഴിഞ്ഞാൽ ഇത് സ്പീഡ് കുറയാറുണ്ട് പതിവ്. അപ്പോൾ നമ്മളൊരു കെൽട്രോണിൻ്റെ 2.5 എന്ന വാല്യൂ ഉള്ള ഒരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. 2.5 UF എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ 2.25ൻ്റെ കപ്പാസിറ്റർ ഇപ്പോൾ കിട്ടില്ല. അപ്പോൾ 2.5 വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അതിൽ സെറ്റ് ചെയ്യുക. ഈ ഫാന് നമ്മൾ ഊരിയത് എങ്ങനെയാണോ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിൽ 2 വയർ കാണും. അപ്പോൾ കളർ മാറിയെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട. അത് കളറിലൊന്നല്ല കാര്യം, നമ്മൾ വയർ കൊടുക്കുന്നതില്ല കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വയർ അതിൽ നിന്ന് അയച്ചത് അതേപോലെ തന്നെ തിരിച്ച് റിട്ടേൺ അതിൽ തന്നെ സ്ക്രൂ ചെയ്ത് വയ്ക്കുക. നമ്മൾ തിരിച്ച് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ അയച്ച വയർ ഏത് പിന്നിലാണ് കൊടുത്ത് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതേ പിന്നിൽ തന്നെ കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഫാന് തല തിരിഞ്ഞ് കറങ്ങും. അല്ലാതെ വേറെ കുഴപ്പമൊന്നും സംഭവിക്കില്ല. ഫാന് കത്തിപ്പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തീർക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണോ നമ്മൾ സ്ക്രൂ അയച്ചത് അതേപോലെ തന്നെ ഒന്ന് ഇട്ട് നോക്കുക. നമ്മൾ സ്ക്രൂ ഇട്ട ശേഷം ഒന്ന് വലിച്ച് നോക്കുക കേട്ടോ. വല്ല വയർ നമ്മൾ കണക്ട് ചെയ്ത് ശരിയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ വയറും കൂടി ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ വയറൊന്ന് പിരിച്ചാൽ മാത്രമേ ഉള്ളിലേക്ക് കയറുള്ളൂ കേട്ടോ. ചെറിയ ഹോളായിരിക്കും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ലപോലെ തന്നെ ഫുള്ളായിട്ട് നെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഊരി താഴെ പോവും. ചെറിയ സ്ക്രൂ ആയതുകൊണ്ട് കിട്ടില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് ആ ഹോളിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. ടൈറ്റ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫാന് നമ്മൾ അയച്ചിട്ടാണ് കാണിച്ചു തന്നത്. ഇത് നിങ്ങൾക്ക് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ലാഡർ വെച്ചിട്ട് മുകളിൽ കയറിയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫാൻ സ്പീഡ് കുറവാണെങ്കിൽ ചെയ്ത് നോക്കുക. മിക്കവാറും ഒരു 99% ഇത് ശരിയാവും. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നമുക്ക് ഫാൻ സ്പീഡ് കുറയാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫാനൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ അറിയാം ഫാനിൻ്റെ സ്പീഡ് ഫസ്റ്റ് തന്നെ നല്ല സ്പീഡ് പോലെ തിരിയും. അപ്പോൾ കണ്ടോ ഫാനൊക്കെ നല്ല പോലെ സ്പീഡിൽ തിരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇത് വീഡിയോ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു.